വൃത്തികെട്ട വീഡിയോ, വെറും വൃത്തികെട്ട വീഡിയോ, നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള രേണുസുതി ഇന്നലെയും കാണിച്ചിരിക്കുന്ന വീഡിയോസ് എന്താണ്? നാക്കുകൊണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ വളരെ നമ്മുടെ ഷബീന ബീവി വന്ന് പ്രതികരിക്കാറുണ്ട്, അതിൽ വന്ന് പ്രതികരിക്കാറുണ്ട്. എനിക്ക് റീച്ച് ഉണ്ടാക്കി തന്നവർക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് രേഷ്മ രംഗത്തിറങ്ങിയിരിക്കുന്നത്. വളരെ വൃത്തികെട്ട വീഡിയോസ് ഇട്ടുകൊണ്ടുള്ള ആ വീഡിയോകൾ വീണ്ടും 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 രേഷ്മയുടെ വരികയാണ്. രേഷ്മ വെല്ലുവിളിച്ചുകൊണ്ട് ഇനിയും ഞാൻ ഇതുപോലെ എടുത്ത് കാണിക്കും എന്ന അല്ലെങ്കിൽ കോട്ടയത്തുള്ള ആൾക്കാരെല്ലാം നല്ല മാന്യമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ കൂടിയാണ് ബാധിക്കുന്നത്. സ്വയം അധപ്പതിക്കണം എന്ന് തീരുമാനിച്ച് തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു സ്ത്രീയെ കാണണമെങ്കിൽ അത് രേഷ്മ തങ്കച്ചനാണ്, അഥവാ രേണുസുതിയാണ്. നമുക്കറിയാം, വർഷങ്ങളോളം കുറെ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് നെഗറ്റീവ് കമന്റിലൂടെ വളർന്ന് വലുതായി എന്ന് വേണമെങ്കിൽ പറയാം. വളർന്നു വലുതാകുന്നത് നെഗറ്റീവിലൂടെ വളർന്നു വലുതാകുന്നത് വളർന്നു വലുതായി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സോഷ്യൽ മീഡിയയിൽ വന്ന് നെഗറ്റീവ് ആഗ്രഹിക്കുന്ന ഒരാൾ, നെഗറ്റീവിലൂടെ ഓരോ ദിവസവും കയറി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, എന്ത് നെഗറ്റീവ് ആര് പറഞ്ഞാലും പണം ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ഒരു ചിന്തയുള്ള ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ കൂടുതൽ എന്താണ് ഇതിൽ വിശേഷിപ്പിക്കേണ്ടത് എന്താണെന്ന് അറിയില്ല. കാരണം വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കാലങ്ങളായിട്ട് ഈ രേണുസുധീന്റെ പേക്കൂത്ത് എന്ന് വേണ്ടി പറയാം. അതായത് വൃത്തികെട്ട വീഡിയോ, വെറും വൃത്തികെട്ട വീഡിയോ, നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വീഡിയോകൾ. അതായത് ഏതൊരു വീഡിയോ ചെയ്താലും ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോഴും വൃത്തികെട്ട വീഡിയോസ് ആണ് അതിനകത്തുള്ളതും. നമുക്കറിയാം, ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികള്, മുതിർന്നവരായിട്ടുള്ള ആളുകള്, കൊച്ചു കുട്ടികൾ എല്ലാം കണ്ടുകൊണ്ട് എന്താണ് ഈ സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴേ ഇതുപോലുള്ള വൃത്തികെട്ട വീഡിയോകളാണ് പുറത്തു വരുന്നത്. പല ആൾക്കാരും ഇതിനകത്ത് രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ രേണുസുതി ഇനി എന്താര് പറഞ്ഞാലും എന്ത് സംഭവിച്ചാലും തന്നെ ഞാൻ ഇത്രയും വൃത്തികെട്ടേ അഭിനയിക്കുകയുള്ളൂ, എനിക്ക് ശരീരം കാണിക്കുന്നതിന് യാതൊരു മടിയും ഇല്ല, എനിക്ക് പണമാണ് ആവശ്യം, പറയുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിൽ കൂടി ഒരു സ്ത്രീ മുമ്പിട്ടിറങ്ങി വന്നാൽ പിന്നെ ആർക്കാണ് അവരെ നന്നാക്കാൻ സാധിക്കുക? ആർക്കാണ് അതിനകത്ത് ഇടപെടാൻ സാധിക്കുക? ഏത് നിയമത്തിനാണ് ഇതിനെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ സാധിക്കുക? നമ്മുടെ നിയമസംഹിത എത്രത്തോളം ഇതിനായിട്ട് പ്രാപ്തരാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഇതിന് നിയമസാധ്യതയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടറിയേണ്ടതായിട്ട് തന്നെയുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ഇതിന് പ്രതികരിച്ച് രംഗത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ രേണുസുതി ഇന്നലെയും കാണിച്ചിരിക്കുന്ന വീഡിയോസ് എന്താണ്? നാക്കുകൊണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ വളരെ പറയുന്നത്, നമുക്ക് പറയാൻ പോലും സാധിക്കില്ല അല്ലെ? നമ്മുടെ നാക്കുകൊണ്ട് നമുക്കത് പറയാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള അധപ്പതനങ്ങളിലൂടെയാണ് ആര് കടന്നു പോകുന്നത്? ഈ രേണുസുതി കടന്നു പോകുന്നുണ്ട്. അതാരാണ്? നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന കുട്ടികളല്ലേ അത് കണ്ടു നശിക്കുന്നത്. ഈ കുട്ടികളൊക്കെ എന്ത് തരം മെസ്സേജാണ് ഈ രേഷ്മ കൊടുക്കുന്നത്? അതാണ് എനിക്ക് അറിയേണ്ടത്. ഏത് തരത്തിലുള്ള മെസ്സേജാണ് രേഷ്മ സമൂഹത്തിലേക്ക് കൊടുക്കുന്നത്? എല്ലാ ആൾക്കാരും, അതായത് രേഷ്മ ഒഴിച്ചുള്ള ഓരോ ആൾക്കാരും യൂട്യൂബിൽ കൂടിയാണെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഓരോ വാക്കും പറയുന്നത് മോട്ടിവേഷൻ ആയിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും നമ്മൾ സമൂഹത്തിന് കൊടുക്കുക. ഏതെങ്കിലും തിന്മകൾക്കെതിരായിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാകാം. അത് എന്ത് കാര്യങ്ങളാണെങ്കിലും ജനങ്ങൾക്ക്, അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക്, അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ യുവതലമുറയ്ക്ക്, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് അവർക്ക് നല്ല മോട്ടിവേഷൻ ആയിട്ടുള്ള നല്ല നല്ല വാക്കുകൾ അല്ലാതെ ഇത്തരത്തിൽ ഒരു സ്ത്രീക്ക് അധപ്പതിക്കാൻ സാധിക്കുമോ എന്നുള്ള വിവരം നമ്മൾ കണ്ടറിയേണ്ടതാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്. അതായത് വളരെ വൃത്തികെട്ട രീതിയിൽ എന്ത് വന്നാലും ആ സ്ത്രീക്ക് കുഴപ്പമില്ല. വളരെ നാളുകളായിട്ട് ഇതിനെതിരെ പ്രതികരിക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിനേക്ക് മുൻപിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇവളുടെ ഈ വീഡിയോ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിയമപരമായി നീങ്ങുന്നവരുണ്ട്. പക്ഷെ ഇത് എത്ര നാൾ നീണ്ടു നിൽക്കും, എന്നത്തേക്ക് ഇത് സാധ്യമാകും എന്നുള്ള കാര്യങ്ങൾ തന്നെ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എപ്പോഴേക്കും അല്ലെങ്കിൽ എത്ര നാൾ ഇത് കണ്ട് സഹിക്കേണ്ടി വരും എന്നൊന്നും ഒരു നിശ്ചയവുമില്ല. അതുകൊണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കുക. കാരണം നമ്മുടെ കുട്ടികളാണ് വളർന്നു വരുന്ന 18 വയസ്സായ കുട്ടികൾ, 12 വയസ്സായ കുട്ടികൾ, 25ലേക്ക് കടക്കുന്ന കുട്ടികൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള കുട്ടികളും യുവാക്കളും സാധാരണ ജനങ്ങളും ഒക്കെയാണ് ഇത് കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. ഇത്തരത്തിൽ വൃത്തികെട്ട വീഡിയോ എത്ര നാളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇവർക്ക് പണം മതി. ഇത്തരത്തിലുള്ള കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം പണം എന്നും പറഞ്ഞാൽ സാധാരണ മനുഷ്യരും സാധാരണ ജനങ്ങളെല്ലാവരും ജീവിക്കുമെന്ന് വളരെ നല്ല രീതിയിൽ തന്നെയാണ്. അതിനൊരു അപമാനമായിട്ട്, ആ സ്ത്രീകൾക്കൊക്കെ ഒരു അപമാനകരമായിട്ട് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വീഡിയോസുകളാണ് ഈ രേഷ്മയിൽ നിന്നുണ്ടാകുന്നത്. ഇവക്കൊക്കെ ആരാണ് ഇത്തരം ലൈസൻസ് കൊടുക്കുന്നതെന്നുള്ള വിവരം നമുക്കറിയില്ല. ഇത് എത്രത്തോളം നമ്മുടെ ഷബീന ബീവി വന്ന് പ്രതികരിക്കാറുണ്ട്, അതിൽ വന്ന് പ്രതികരിക്കാറുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ യൂട്യൂബേഴ്സും ചെറുതും വലുതുമായിട്ടുള്ള ഓരോ ചാനലും ഇതിനെതിരായി, ഈ സ്ത്രീക്കെതിരായിട്ട് ചലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ കൈമാറുന്നുണ്ട്, നിയമപരമായിട്ട് നീങ്ങുന്നുണ്ട്. ഇത്തരം വീഡിയോകൾ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന, വരും തലമുറയ്ക്ക് ദോഷമായി തീരുന്ന തിന്മകളിൽ കൂടി പോകുന്ന ആളുകളുടെ ഒരു
ഒരു കാര്യവും, അതായത് വീഡിയോസോ അതായത് ഷോർട്ട് ഫിലിമോ അങ്ങനെയുള്ള ഒരു വൃത്തികെട്ട വീഡിയോസിനൊന്നും അനുമതി കൊടുക്കരുത്, അല്ലെങ്കിൽ അത് നിർത്തലാക്കി തരണം, അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ആക്കണം. സമൂഹത്തിലുള്ള സ്ത്രീകൾക്ക് മാന്യമായി തന്നെ ജീവിക്കണം. കുട്ടികൾക്ക്, വളർന്നു വരുന്ന കുട്ടികൾക്ക് നല്ല മെസ്സേജ് കൊടുക്കുന്ന വീഡിയോസ് മാത്രം ചാനലിൽ കൂടെ വിടുക. അത്തരത്തിലുള്ള ഒരു നിയമം കൈവരുത്തേണ്ടതുണ്ട് എന്നുള്ള വിവരം നമ്മൾ കുറെ കാലങ്ങളായിട്ട് നടത്തി വരുന്ന ഒരു പ്രവർത്തനങ്ങൾ തന്നെയാണ്. അത് പക്ഷെ എത്രത്തോളം കാര്യമായിട്ട് എടുക്കുന്നു, ഇത് എവിടെയെല്ലാം പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നു, എത്രത്തോളം ജനങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഈ നിയമങ്ങൾ കൊണ്ടുവരാൻ എത്ര നാൾ കാലതാമസം വേണ്ടിവരും, അത് കാര്യമായിട്ട് എടുക്കുന്ന, അതായത് നിയമം ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഓരോ ജനങ്ങളുടെയും നന്മയാണ് നിയമം നോക്കുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിർത്തിവെക്കേണ്ട കാലങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുവാനുള്ളൂ. രേഷ്മ വളരെ മോശമായ രീതിയിലുള്ള നാക്കുകൊണ്ട് വല്ലാത്ത ചേഷ്ടകളൊക്കെ, വല്ലാത്ത വൃത്തികെട്ട രീതിയിലുള്ള തരംതാണ വീഡിയോകളൊക്കെ ഇട്ടപ്പോൾ അതിന് പ്രതികരിച്ച ഓരോ യൂട്യൂബേഴ്സിനും എതിരായിട്ട് രേഷ്മ ഇപ്പോ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എനിക്ക് റീച്ച് ഉണ്ടാക്കി തന്നവർക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് രേഷ്മ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ആ വീഡിയോസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നല്ലതിനെ നല്ലതാണെന്ന് പറയുമ്പോൾ രേഷ്മ അതിനെതിരെ ഇങ്ങനെ പൊങ്ങുകയാണ്. അതായത് വളരെ വൃത്തികെട്ട വീഡിയോസ് ഇട്ടുകൊണ്ടുള്ള ആ വീഡിയോകൾ വീണ്ടും 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 രേഷ്മയുടെ വരികയാണ്. രേഷ്മ വെല്ലുവിളിച്ചുകൊണ്ട് ഇനിയും ഞാൻ ഇതുപോലെ എടുത്ത് കാണിക്കും എന്ന വെല്ലുവിളിയോടുകൂടി തന്നെ പുറത്തുള്ള ജനങ്ങളോട്, പ്രേക്ഷകരോട് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് രേഷ്മ മുമ്പോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇത്തരം വീഡിയോസിനെ പ്രതികരിക്കുന്നതിനാണ് രേഷ്മ ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് രേഷ്മയിൽ നിന്നുണ്ടാകുന്നത്. എപ്പോഴും ഈ പ്രതികരിക്കുന്നവരോട് വളരെ വെല്ലുവിളിയോടുകൂടി, വളരെ ഷൗട്ടിങ്ങോടുകൂടി, വളരെ കളിയാക്കലോടുകൂടി തന്നെയാണ് രേഷ്മ മുമ്പോട്ട് പോയിരിക്കുന്നത്. ഈ സ്ത്രീയുടെ അധപ്പതനത്തിന് സമയമായി. ഈ സ്ത്രീയുടെ അധപ്പതനത്തിന് എന്നാണ് അറുതി വരുത്തുക എന്നുള്ളത് നിങ്ങൾ കോട്ടയംകാർക്കൊന്നും തോന്നുന്നില്ലേ കുട്ടികളെ ഇത് കണ്ടിട്ട്? അല്ലെങ്കിൽ കോട്ടയത്തുള്ള ആൾക്കാരെല്ലാം നല്ല മാന്യമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ കൂടിയാണ് ബാധിക്കുന്നത്. നിങ്ങളെ കൂടെ കോട്ടയത്തുള്ളവരെല്ലാം മദ്യപിക്കും, കോട്ടയത്താണ്, കോട്ടയം എന്നൊക്കെ പറയും എപ്പോഴും കൃത്യം പറയുന്നുണ്ടല്ലോ. അതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇവരുടെ വീഡിയോ നിർത്താൻ പറ്റുന്നില്ല. നിങ്ങളുടെയൊക്കെ കുട്ടികളല്ലേ ഇത് കണ്ടു വളരുന്നത്? നിങ്ങളുടെയൊക്കെ 18 വയസ്സുള്ള കുട്ടികളില്ലേ? അല്ലെങ്കിൽ 20 വയസ്സിലേക്ക് കടക്കുന്ന കുട്ടികളില്ലേ? അല്ല 25 വയസ്സിലേക്ക് കടന്നു വരുന്ന കുട്ടികളില്ലേ? അതുപോലെ ചെറിയ പെൺകുട്ടികളില്ലേ? 10 വയസ്സ്, 12 വയസ്സ്, 15 വയസ്സൊക്കെയുള്ള പെൺകുട്ടികളെ എന്താണ് ഇവളിൽ നിന്ന് കണ്ടു മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്ത് ജീവിക്കാം എന്നാണോ? കുടുംബത്തിനെ ഇങ്ങനെയൊക്കെ പേരുദോഷം ഉണ്ടാക്കാം, പഠിച്ചു വളർന്ന് വലുതായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ കുറെ കാശുണ്ടാക്കാം എന്നാണ് രേഷ്മ പറഞ്ഞു തരുന്നത്. അതൊക്കെ നിങ്ങൾക്കൊന്നും അതിനെ ഇതായിട്ട് തോന്നുന്നില്ലേ? ദോഷമായിട്ട് തോന്നുന്നില്ലേ? വളർന്നു വരുന്ന ഓരോ കുട്ടികൾക്കും ഇത് ദോഷമാണ്. അത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇത് കാലം ഇതിനെതിരെ പ്രതികരിക്കാൻ നിയമപരമായിട്ട് നിയമം കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. കരയുന്ന കുഞ്ഞിന് മാത്രമേ പാലുള്ളൂ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ അതിന് പരിഹാരമുള്ളൂ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഇനിയും വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ട് വരും. അപ്പോ ഈ സമൂഹത്തിന് നേരെ വെല്ലുവിളിയായിട്ട് വന്നിരിക്കുന്ന ഇത്തരം വീഡിയോസുകൾ ബ്ലോക്ക് ചെയ്യണമെന്ന് പറയുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ അതാണ് ശക്തി. അതിൽ കയറി പോകുന്ന ഒരു ശക്തിയുമില്ല. ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കുക, അത് മാത്രമേ ഈ അവസരത്തിൽ പറയുവാനുള്ളൂ. ഓക്കെ, താങ്ക് യു.